നിങ്ങളൊക്കെ ഈ അൻസാരി ഉസ്താദിന്റെ വീഡിയോസ് ഒക്കെ കാണുന്ന ആളുകളല്ലേ? ഞാൻ കാണാറുണ്ട് കേട്ടോ. ഉസ്താദിന്റെ നല്ല നല്ല വീഡിയോസുകൾ ഞാൻ കാണാറുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ അടുത്ത് നടക്കുന്ന സമകാലിക വിഷയങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ ആ ഒരു അഭിപ്രായം വളരെ വ്യക്തമായി നല്ല രീതിയിൽ പറയാൻ കഴിയുന്ന ഒരു ഉസ്താദാണ് ഈ അൻസാരി ഉസ്താദ്. അദ്ദേഹം ഈ അടുത്ത് വിമർശിച്ച ഇല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന ചില അനാചാരങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹം പറയേണ്ടതായിട്ടുണ്ട്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. പിന്നെ നമ്മൾ നബിദിനും ഓണമൊക്കെ ആഘോഷിക്കുന്നതാണല്ലോ. അദ്ദേഹത്തിന്റെ വ്യക്തമായ രീതിയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയേണ്ടതായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട്. ഒത്തിരി നല്ല നല്ല വീഡിയോകൾ ചെയ്യുന്ന ഒരു ആളാണ് ഈ അൻസാരി ഉസ്താദ് കേട്ടോ. അപ്പൊ അദ്ദേഹം നബിദിന ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് മുസ്ലിംസിന് ഇതിന്റെ റോൾ എന്താണ്, മുസ്ലിംസ് ഈ ആചാരങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത് എന്നൊക്കെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ് അതിനെ കുറിച്ച് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ആ വീഡിയോസ് ഒന്ന് ജസ്റ്റ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം, ഒന്ന് നിങ്ങൾ കണ്ടോക്കൂ. Just number 1 on the stage. You. Oh. കൊടുത്തമിട്ടല്ലോ കുറച്ച്. ഇസ്ലാമിക കലാരൂപം തന്നെ. അത് കഴിഞ്ഞ് ജസ്റ്റ് നമ്പർ 2 ഓൺ ദ സ്റ്റേജ്. എന്റെ പാട്ടൊക്കെയാണ് ഒളിച്ചെടുക്കുന്നുണ്ടല്ലോ. ഇവിടെ ഈ കളിക്കുന്നതൊക്കെ ചെറിയ മക്കളാണ്. അവരുടെ പ്രായത്തിന്റെ ചാമ്പല്യം, അവരുടെ പക്വതക്കുറവും അറിവില്ലായ്മയൊക്കെ ഒത്തുകൂടുമ്പോൾ സംഭവിക്കുന്നതാണ്. പക്ഷേ ഇതൊക്കെ നടത്തിപ്പുകാരായ സംഘാടകരായ ആളുകൾ മഹല്ല് കമ്മിറ്റിക്കാരെ അറിയുമല്ലോ. അവർക്കൊക്കെ ഒരു ബോധം വേണമല്ലോ. എന്താണ് ഈ ദഫ് മുട്ട് എന്നുള്ളവർ ചിന്തിക്കണ്ടേ? കയ്യിലൊരു ദഫും പ്രവാചക പ്രകീർത്തനവും ഉണ്ട് എങ്കിൽ എന്ത് കാണിച്ചാലും അതൊക്കെ ദഫ് മുട്ടാവും. ഇത് ഒന്നാന്തര സിനിമാറ്റിക് ഡാൻസ് ആണ്. ഇവിടെ ദഫിന് പ്രസക്തി ഉള്ളത്. ഇസ്ലാമിന് വ്യക്തമായിട്ടുള്ള ആശയങ്ങളുണ്ട് ഓരോന്നിനെ കുറിച്ചും ഓരോ കൺസെപ്റ്റിനെ കുറിച്ചിട്ടും. ഒന്നാന്തര സിനിമാറ്റിക് ഡാൻസ് അല്ലേ? അല്ല എന്താണ് ഇതിനകത്തുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിന്റെ പേരിൽ റസൂലുള്ളാഹിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഗാനത്തിന്റെ അകമ്പടിയിൽ ജാതിമത വേർതിരിവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ പറയുന്നതല്ല. ഇസ്ലാമിലെ എല്ലാ വിഷയങ്ങളെ കുറിച്ചും വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാടുണ്ട്. അതാണ് ഉസ്താദ് പറയുന്നത്. അതിനെ ഒരു മതവർഗീയതായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മതമാണ് ഏറ്റവും വലുത് എന്നുള്ള രീതിയിലല്ല. എല്ലാ മതങ്ങളെയും സ്നേഹിക്കണമെന്ന് ഉസ്താദ് വ്യക്തമായിട്ട് പറഞ്ഞു നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. തികച്ചും അത് എന്താ പറയാ, ഉസ്താദ് എത്ര മാന്യമായിട്ടാണ് ഉസ്താദ് വീഡിയോ അവതരിപ്പിക്കുന്നത് അറിയാം നിങ്ങൾക്ക്. എന്ത് കിടന്ന് കാണിച്ചാലും എന്ത് കിടന്ന് പൊളഞ്ഞാലും അതൊക്കെ ദഫും അതൊക്കെ റസൂലുള്ളാഹിനെ ഹുബ്ബ് വെക്കുന്നതിന്റെ ഭാഗമാകും. ഇതിനൊക്കെ ഒരു അനുകരണീയമായ മാതൃകയില്ലേ? ഇപ്പം നിങ്ങൾക്ക് അറിവില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കോയ കാപ്പാട് നമ്പർ തരാം. മഹല്ല് കമ്മിറ്റിക്കാർ ആരാണെന്ന് വെച്ചാൽ ഒരു മെസ്സേജ് അയക്കുക. നിങ്ങൾ അവരോടൊക്കെ ചോദിക്കും എന്താണ് ഈ ദഫിന്റെ മാതൃക എന്നുള്ളത്. നമ്മുടെയൊക്കെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ യുവജനോത്സവത്തിൽ എല്ലാ വർഷവും ഈ ദഫ് മുട്ട് മത്സരം ഉണ്ടാവും, ജഡ്ജിസന്മാരുണ്ടാവും. എന്തിനാണ് ഈ ജഡ്ജിസന്മാരെ വെക്കേണ്ടി വരുന്നത്? ഇതിനൊരു കൃത്യമായ മാർഗരേഖയുണ്ട്. ആ മാർഗരേഖ ലംഘിക്കാതിരിക്കാനും മാർഗരേഖയിൽ ഏറ്റവും ഭംഗിയായി അത് ആരാണോ അനുവർത്തിക്കുന്നത് അവർക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടിയാണ്. അല്ല തോന്നിയ പോലുള്ള കളിയല്ല. ഓരോ വർഷവും ഇതിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് പിടുത്തമിടുക. എന്താണ് ഇവർ കാണിക്കുന്നത് പോലും മനസ്സിലാകുന്നില്ല. അവിടെ ഇരിക്കുന്ന മതപണ്ഡിതന്മാർ ഒരു അർത്ഥത്തിൽ പറഞ്ഞ അസ്വസ്ഥരാകുകയാണ്. ഇത് ഈ കാലഘട്ടത്തില് ഉസ്താദിനെ പോലത്തെ ഒരു ആള് അത്യാവശ്യമാണെന്ന് തന്നെ പറയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സമുദായത്തിൽ നടക്കുന്ന ചില പേക്കൂത്തുകളിൽ തന്നെ വേണമെങ്കിൽ പറയാം. ഞാനൊന്നും എൻ്റെ കുട്ടിക്കാലത്ത് കാണാത്ത തരത്തിലുള്ള പല ഡാൻസുകളും സിനിമാറ്റിക് മോഡൽ ഡാൻസുകളൊക്കെയാണ് ഇപ്പോൾ നബിദിന ആഘോഷ റാലിയിലൊക്കെ കണ്ടുവരുന്നത്. ഇതൊക്കെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയുന്നു? നമുക്ക് അംഗീകരിക്കാനേ പറ്റുന്നില്ല. അത് ഉസ്താദ് വളരെ ശക്തമായിട്ട് തന്നെ നല്ല രീതിയിൽ അതിന്റെ ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഒന്ന് കണ്ടോക്കാം. എന്തൊരു ആവാസത്തോടെ ആലോചിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലാണ് ഇതൊക്കെ കാണിക്കുക. ഞാൻ ഈ വിഷയം എടുത്ത് പറയേണ്ടി വന്നു. ഒരു വർഷം കഴിയും തോറും പിടുത്തമിടുകയാണ്. ദഫ് മുട്ട് എന്ന പേരിൽ ഇതിന്റെ പിടുത്തമിട്ടിട്ട് എന്തെല്ലാം കാട്ടുക, തലകുത്തി മറിയുക, ചാടുക, ഓടുക. നമുക്കൊരു സംസ്കാരമില്ലേ? നമുക്കൊരു സഭ്യതയില്ലേ? ഒരു മര്യാദയില്ലേ? ഒന്നുമല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിന്റെ ഭാഗമായി ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ സ്വഹാബികൾ അതോടൊപ്പം കുട്ടികളൊക്കെ ദഫ് മുട്ടി സ്വീകരിച്ചു എന്നതിന്റെ മാതൃകയിൽ നമ്മൾ അതിനെ അനുവർത്തിച്ചുകൊണ്ടാണല്ലോ പിന്നീട് നമ്മൾ ഈ ദഫ് മുട്ട് എന്ന കലാരൂപം സമൂഹത്തിൽ വ്യാപകമായി വരുന്നത്. അപ്പൊ അതിനൊരു മര്യാദയും മതവും ഒക്കെ പഠിപ്പിച്ചൊരു നേതാവിന്റെ അനുയായികളാകുമ്പോൾ ആ മര്യാദ നമ്മളിലും കാണണം. നമ്മൾ ഈ തുള്ളലിന്റെയും ചാടലിന്റെ ആളുകളൊന്നുമല്ല. ഇതിനൊക്കെ ദഫ് മുട്ടെന്ന് പറയാൻ പറ്റുമോ? ഇത് എന്താ പറയാല്ലേ? ഈ സമൂഹത്തിന്റെ ഈ പോക്ക്, ഈ പല കാര്യങ്ങളും കടന്നു വന്നതിന് ശേഷം ഇസ്ലാമിനെ ഇത്രയും വൾഗറായിട്ട് ചിത്രീകരിക്കുന്ന
കഷ്ടമുണ്ട്. മുസ്ലിം ഉമ്മത്തിനെ ഒരു കൂട്ടം ആളുകൾ പരിഹസിക്കുകയാണ്. എന്നാൽ ഇവിടെ മാതൃകാപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം വരുമ്പോൾ എല്ലാ സമൂഹത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം ആ നൽകുന്ന സന്ദേശം ആ മാനവികതയൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അവർക്കും കൂടി മനസ്സിലാകുന്ന രൂപത്തിൽ പ്രഭാഷണങ്ങൾ ഒരു സ്ഥലത്ത് പ്രഭാഷണങ്ങൾ നടത്തുന്നു, മറ്റൊരു സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കീർത്തനങ്ങൾ, മൗലിദ്, മുർദ മജ്ലിസുകൾ നടക്കുന്നു. കൊച്ചുകുട്ടികളുടെ രസകരമായ കുഞ്ഞിളം നാവിലൂടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിച്ചുകൊണ്ടുള്ള പാട്ട്, കഥകൾ, അതുപോലെ പ്രഭാഷണങ്ങളൊക്കെ നടക്കുന്നു. ആ കൂട്ടത്തിൽ ഈ പരിപാടികളുടെയൊക്കെ ഒളി മങ്ങാൻ വേണ്ടി ഇമ്മാതിലുള്ള കൂത്താട്ടം, ഇത് എല്ലാ മഹല്ല് കമ്മിറ്റിയും കൃത്യമായി ജാഗ്രത പാലിക്കുകയും ഇതൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്തി ആ ദഫ്മുട്ട് വേണം. ഉമ്മമാർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്, മക്കൾ എല്ലാ വർഷവും ദഫ്മുട്ടെന്ന് കാണാൻ ഭയങ്കര സന്തോഷം. ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നതും ഈ ദഫ്മുട്ടിനാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, രാത്രി അർദ്ധരാത്രി ആകുമ്പോഴും എല്ലാ പരിപാടിയും കഴിഞ്ഞ് ദഫ്മുട്ട് കാണാൻ വേണ്ടി അവരിങ്ങനെ കാത്തിരിക്കും, എല്ലാ രക്ഷകർത്താക്കളും. അപ്പൊ അവരുടെ മുമ്പിൽ കുട്ടികൾ അതോടുകൂടി നമ്മളുടെ ദീൻ പഠിപ്പിക്കുന്ന രൂപത്തിൽ തന്നെ ആ മര്യാദയോടുകൂടി നമ്മളിങ്ങനെ കളിക്കുക, അല്ലാതെ യാവാസത്തരത്തിലേക്ക് നമ്മൾ പോകരുത്. അതോടൊപ്പം ഉസ്താദിനെ പോലത്തെ പണ്ഡിതന്മാര്, നിംസാറുൽ പോലത്തെ ഉസ്താദ്മാരൊക്കെ ഈ സംഭവത്തിനെതിരെ വിമർശിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോസൊക്കെ. പുതിയ 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 മോഡൽ നമ്മളെ ഇതിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരെ അനുകരിക്കുക എന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ളത്. പക്ഷെ ഇസ്ലാം മറ്റുള്ളവരെ അനുകരിക്കേണ്ട ഒരു മതമല്ല, ആ ഒരു വിശ്വാസമല്ല. ഏകദേശം എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു ഏകദൈവ വിശ്വാസത്തിൽ പോകുന്ന ആളുകളാണ് ഈ മുസ്ലിം സഹോദരന്മാർ, അല്ലെങ്കിൽ അവരുടെ വിശ്വാസം. അപ്പൊ അതിനെ ഹനിക്കുന്ന തരത്തിലുള്ള ചില കാഴ്ചകൾ കണ്ടപ്പോൾ പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോ ആയിട്ട് അവതരിപ്പിച്ചു എന്ന് മാത്രം. ഓക്കെ, എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പരിപൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം.